ചപ്പാത്തി കേരളത്തിൻ്റേതായ ഒരു ഭക്ഷണശീലമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചോറ് കഴിച്ച് ശീലിച്ച് എനിക്കും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ ഒടിച്ചൊടിച്ച് തിന്നാൻ പാകുന്ന പരുവത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കാണുന്ന രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ ടീച്ചിങ് ജീവിതത്തിൽ 1 വർഷം ഞാൻ മധ്യപ്രദേശിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ ചോറായിരുന്നു സ്റ്റേപ്പിൾ ഫുഡ്, അത് മാത്രമേ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോൾ കഥയാകെ മാറി. അവിടെ ആകപ്പാടെ ചപ്പാത്തി മാത്രമേ കിട്ടുള്ളൂ, നമ്മൾ ഉണ്ടാക്കി തന്നെ കഴിക്കണം. ഏതായാലും അവിടെയുള്ള എൻ്റെ കൂട്ടുകാരാണ് എങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് ചപ്പാത്തി നല്ല മയമായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്. ഏതായാലും അതോടുകൂടി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഒരു ലാംഗ്വേജ് ആയിരുന്നു ഹിന്ദി. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഹിന്ദി ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രയാസപ്പെട്ടൊരു വിഷയം. പക്ഷേ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ ഞാൻ പഠിച്ചതും മധ്യപ്രദേശിൽ വെച്ചിട്ടാണ് കേട്ടോ.